ഹായ് സ്റ്റൗട്ട് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ മോമോസോ അതിൻ്റെ ചട്നിയും എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുക. നമ്മുടെ ഒരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത ശേഷം മാവിന് മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി നമുക്കൊന്ന് മാറ്റി വെക്കുക. അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാനാണ്. ഇനി നമുക്ക് അതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം കാബേജ് പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ വേവിച്ച് വെച്ച ചിക്കനാണിത്. അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് കുരുമുളകും ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചാൽ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് പരത്തിയെടുക്കാം. ഒരു ചെറിയ പാത്രത്തിൻ്റെ മൂടിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് അതിൻ്റെ വലിപ്പത്തിൽ പരത്തിയെടുത്താലും മതി. ഇനി അതിനകത്തേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച് ഫില്ലിങ്സ് വെച്ച ശേഷം അതിങ്ങനെ സൈഡിൽ നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കണം. എല്ലാ സൈഡും ഒരു ഭാഗത്തേക്ക് മടക്കി എടുത്ത ശേഷം അതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഒന്നിങ്ങനെ തിരിച്ചെടുക്കുക. അപ്പം മോമോസിൻ്റെ ഷേപ്പായി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ അതിൻ്റെ സ്റ്റീമർ വെച്ചിട്ട് അതിലൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാം വെച്ചിട്ട് അത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിന് 2 കപ്പ് വെള്ളം തിളപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഒരു വലിയ 2 തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5-6 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് അതിൽ നിന്ന് ഇളക്കി മാറ്റാൻ പറ്റുന്ന പരുവത്തിൽ അതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുത്ത ശേഷം തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിൽ അതൊന്ന് അരച്ചെടുക്കണം. ചൂട് പോയിട്ട് തൊലിയൊക്കെ മാറ്റുന്നത് നല്ലത്. കൈ പൊള്ളില്ലാതെ, എൻ്റെ കൈയൊക്കെ പൊള്ളി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് തക്കാളിയും വേവിച്ച് വെച്ച മുളകും ചേർത്ത് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ സോയാ സോസ്, പിന്നെ കുറച്ച് ഉപ്പ് ഒക്കെ ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറായി. നമ്മുടെ ചിക്കൻ മോമോസും ചട്നിയും തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.